ഹായ്, ഞാനിന്നുള്ളത് തമിഴ്നാട് കോയമ്പത്തൂർ, അത് കേരള ബോർഡറിന് അടുത്തുള്ള മുത്തൂസ് കോളേജിലാണ്. നമ്മളോടൊപ്പം ഉള്ള റിയയാണ്. റിയ ഹായ്. ഇവിടെ ഏത് കോഴ്സാടാ? OT&AT ആണ് റിയ എടുത്തേക്കുന്നത്. റിയയുടെ സ്ഥലം എവിടെയാ? മലപ്പുറം. മലപ്പുറത്ത് നിന്ന് ഉള്ള ട്രാവലിംഗ് മെത്തേഡ് എങ്ങനെയാണ്? കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. എത്ര ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ടൈം? 5 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ. 5 മിനിറ്റ്സ് ആണ് പറയുന്നത്. ഇവിടെ ഹോസ്റ്റലല്ലേ? ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഫെസിലിറ്റീസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ എങ്ങനെയാ? ഇപ്പം നമ്മള് മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഫുഡിന് ഫേമസ് ആയ, നമുക്ക് നോൺ വെജും ഉണ്ട് വെജും ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. കേരള ഫുഡും കിട്ടും, തമിഴ്നാട് ഫുഡ് കിട്ടും. കേരള ഫുഡും തമിഴ്നാട് ഫുഡും ആണ് ഇവർക്ക് ഇവിടെ അലൈവ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വെജും നോൺ വെജും ഉണ്ട്. ഇപ്പം ഹോസ്റ്റൽ ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഓക്കെ. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? ഫസ്റ്റ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ ആണ്. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. എടുക്കുന്ന ക്ലാസ് ഒക്കെ ഇംഗ്ലീഷും തമിഴാണെങ്കിലും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ക്ലാസ്. ഓക്കെ. ഇംഗ്ലീഷ് ആണോ ഇവിടെ ഫോളോ ചെയ്യുന്നത്? ഇംഗ്ലീഷും തമിഴും പാടെ മിക്സ് ചെയ്തിട്ടാണ്. മലയാളം സംസാരിച്ച് വന്നിട്ട് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട്? എല്ലാരും കുഴപ്പമൊന്നുമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പോ ആദ്യം ഈ ഒരു കോളേജിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞേ? അത് ഏജന്റ് ഇങ്ങനെ അറിഞ്ഞു. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പം ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സീറ്റ് ആണ്. 35 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ അത് കേട്ടപ്പം എന്തായിരുന്നു ആദ്യത്തെ ഒരു റിയാക്ഷൻ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 12 സ്റ്റുഡൻസ്. 12 സ്റ്റുഡൻസ്. 12 പേരാണ് OT&AT ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം അത്രയും ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കൂലേ? പിന്നെ ഇടയ്ക്ക് ഇവിടെ എക്സാംസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മെയിൻ എക്സാം വരുമ്പം പഠിക്കാനും ഒക്കെ ഈസിയാണ്. ഓക്കെ. അപ്പൊ ക്ലാസ് ടൈം ഒക്കെ എങ്ങനെയാണ് വരുന്നത്? രാവിലെ 9:30 തൊട്ട് 4:30 വരെ വരാണ്. ലാബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ലാബ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് പിന്നെ ആയിരിക്കും അല്ലേ വരുന്നത്? ഇവിടെ ഫസ്റ്റ് ഇയർ തന്നെ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഹോസ്പിറ്റലല്ലേ വരുന്നത്? ഇവർക്ക് ഈ ഓണായിട്ട് ഇവരുടെ സ്വന്തമായിട്ട് 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ തേർഡ് വൺ പണി നടക്കുകയാണ്. തേർഡ് വൺ അവര് നോക്കുകയാണ്. പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെ കൊണ്ടുപോകാൻ. ഓക്കെ. നെക്സ്റ്റ് മന്ത് ആണ് ഇവര് ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ടായിരിക്കും നെക്സ്റ്റ് മന്ത് ആണ് ഇവർക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് വരുന്നത്. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഈ കോളേജ്? അടിപൊളിയാണ്. എല്ലാം കാര്യങ്ങളിലും ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പം ഇവിടെ ഇപ്പൊ 35 സീറ്റ്സേ ഉള്ളൂ. അപ്പൊ നമുക്കിപ്പോ സ്റ്റുഡൻസിന് പുറമേ നമ്മളത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആദ്യം അയ്യോ ഇനി ഇവിടെ നിന്നെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇതാണോ വരുന്നുണ്ടെങ്കിൽ അതൊന്നും പേടിക്കണ്ട. കാരണം ഇവരുടെ ഹോസ്പിറ്റലിൽ ഇവർക്ക് സ്റ്റുഡൻസിന് ഓരോരുത്തരെയും അലോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്ര സീറ്റ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത്രയും ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. അപ്പൊ ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് നിങ്ങൾക്കും അറിയാൻ ഒരു ആകാംക്ഷ കാണില്ലേ? അപ്പം അതിനു വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.